എന്താ ഇവിടെ കലപില 3 ആൾക്കാരും തിരക്കില്ല പരിപാടി. 3 ആൾക്കാർ കൊത്തുപൊറോട്ട ഉണ്ടാക്കണം. രാവിലെ തന്നെ ഇതെന്താ തട്ടുകാരെ ബ്രേക്ക്ഫാസ്റ്റ് കൊത്തുപൊറോട്ടേ നമ്മ ചങ്കലിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മ കൊത്തുപൊറോട്ട ഉണ്ടാക്കണേ. വർത്താനം പറഞ്ഞാവും മതി. ഒരാള് കൊത്തുപൊറോട്ട ഉണ്ടാക്കണ്, പൊറോട്ടക്ക് അരിയാണ്, ഒരാള് ഇന്നലത്തെ നമ്മുടെ ഷവായി കൊത്തു പറിക്കണം. ഇന്നലെ ഷവായി ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ അപ്പൊ നമ്മ എന്ത് ചെയ്ത് ഒരു ചിക്കൻ മസാല പൊടി നോക്കേ. ചിക്കൻ മസാല ഉണ്ടാ എന്തെങ്കിലും ചിക്കൻ മസാല പൊടി. ഇപ്പൊ ചിക്കൻ മസാല പൊടി കരിയും അടുക്കളയില്. മമ്മിയുടെ റെസിപ്പി അല്ല, കൊത്തുപൊറോട്ട എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പൊ എന്റെ സ്റ്റൈലുള്ള കൊത്തുപൊറോട്ട ഞാൻ ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് നല്ല രസമായിട്ട് ഞാൻ എല്ലാവരും പറയും എന്റെ ഉമ്മിച്ചിയുടെ കൈപ്പുണ്യം കിട്ടിയേക്കുന്നത്. എന്റെ ഉമ്മിച്ച് നന്നായിട്ട് ഫുഡ് വെക്കുക, സൂപ്പർ ആയിട്ട് ഫുഡ് വെക്കും. അപ്പൊ സുമ്മാ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലും എന്റെ പൊന്ന് ചങ്ങ നീ പോയി നീ മസാല പൊടി കരിയാണ് അതുകൊണ്ട് ഇടയ്ക്ക് കാര്യമില്ല. ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു. എന്റെ പൊന്നിവിടെ തപ്പി കിട്ടോ. സാമ്പാർ പൊടിയൊക്കെ എടുത്ത് തന്നെ. സാമ്പാർ പൊടി ഇല്ലടി. അത് നോക്ക്, എന്താണ് നോക്ക്. ആട്ടർച്ചിയുടെ പൊടിയാണ്. തൽക്കാലം മല്ലിയിട്. അല്ല വറുത്തരച്ച കോഴിക്കറി എന്തേലൊക്കെ ഇട്, കുറച്ച് മതി. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറയരുത്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാട്ടെ. അപ്പൊ നമ്മൾ അടിച്ചുപൊളിയാണ്. നമ്മള് തിരുവനന്തപുരത്താണ് നമ്മ അജിയുടെ വീട്ടിലുള്ളത്. ആൾക്കാരെ മക്കളെ നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാരണം റഹിമക്ക് ചടക്കളൊന്നും പണിയെടുക്കുന്നത് നോക്കിക്കോ. ഞാൻ ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഇട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ എല്ലാവരും എന്നെ പണിയെടുപ്പിക്കേ. അല്ലേ കൂടെ പണിയെടുപ്പിക്കാറ്. 2 ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കും. അയ്യോ വീട്ടിൽ മൊത്തം റെസ്റ്റ്. അന്നേരം തൊട്ട് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കേ. വീട്ടിൽ മൊത്തം റെസ്റ്റ് ഉള്ള ആളാണ് ഈ കിടന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് ഉപ്പ് കൂടുതലിടെ അമ്മേനെ അമ്മച്ചി നോക്ക്. കിട്ടിയല്ലോ.